രാവിലെ ഒരാൾക്ക് ഓടാൻ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ നേരത്തെ എഴുന്നേൽക്കണം. 9 മണി 10 മണി സമയത്ത് എഴുന്നേറ്റിട്ട് ഓടാൻ പോകാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. നമുക്ക് എല്ലാവർക്കും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകണം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നില്ല, നേരത്തെ കിടക്കുക എന്നുള്ളതായിരുന്നു. ഒരു 10 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 5 മണിക്ക് എഴുന്നേക്കാം. പക്ഷെ എനിക്കെന്തോ മിസ്സായി പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നൊക്കെ പറയുന്ന പോലെ. 10 മണിക്ക് കിടന്ന ആൾക്കാരൊക്കെ TV കാണുന്നു, വർത്തമാനം പറയുന്നു, വണ്ടികളൊക്കെ പുറത്തു കൂടി പോകുന്നു. അപ്പൊ എന്തോ മിസ്സാവുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് പക്ഷെ ഞാൻ മാറ്റിയെടുത്തു. ഇപ്പൊ മാറി. ഒരൊറ്റ ആഴ്ചയായിട്ടുള്ളൂ ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ പോകാൻ തുടങ്ങിയിട്ട്. പക്ഷെ എവറിഥിങ് ചേഞ്ച്ഡ്. സ്വാഭാവികമായിട്ടും എനിക്ക് കാഫ് മസിലിന്റെ അവിടെ നല്ല വേദനയുണ്ട്. അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിന്റെ ആയിരിക്കും. പക്ഷെ മെന്റൽ എഫക്ട് ഇൻസെയിൻ എന്ന് പറയേണ്ടി വരും. നമ്മൾ ഓടാൻ പോയി തുടങ്ങി കഴിയുമ്പോൾ മനസ്സിൽ വരുന്നൊരു ക്ലാരിറ്റി, ഒരു കാംനെസ് ഉണ്ട്. അതെങ്ങനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെനിക്കറിയില്ല. നമ്മൾ നമ്മുടെ ഡേ ടൈമിൽ ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ അയാൾ പറയുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു ടൈം, അത് കുറച്ചും കൂടി കട്ട് ഡൗൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആവുന്നത് പോലെ തോന്നും. അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ എല്ലാം കുറച്ച് ഒരു സ്ലോ എന്ന് പറഞ്ഞാൽ ബോറിങ് എന്നല്ല ഉദ്ദേശിച്ചത്. കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അപ്പൊ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അതിന് ആപ്റ്റായിട്ടുള്ള മറുപടി പതിയെ പറയാനുമുള്ളൊരു ടൈം അവിടെ വരുന്നത് മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. അത് മെന്റലി ഒരു ക്ലാരിറ്റി വരുന്നത് കൊണ്ടായിരിക്കാം. അത് ഞാൻ ഈ ഓടാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ തന്നെ നോട്ട് ചെയ്ത് തുടങ്ങിയത്. അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് കേൾക്കാം, ഞാൻ എന്തിനാ രാവിലെ എഴുന്നേക്കുന്നത്, എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ല ലൈഫിൽ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യം വരുമ്പോൾ മാത്രമല്ല, ലൈഫിൽ ഒരു ഗോളില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ ചിലർ പറയുന്നേക്കാം. ഞാനിപ്പോ നേരത്തെ എഴുന്നേറ്റാലും സ്ക്രോൾ ചെയ്യുമായിരിക്കും ചിലപ്പോ. ഇനി വൈകി കിടക്കുന്നതും സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. വേറെ ഒന്നും ചെയ്യാനില്ലായിരിക്കാം, ജോലിക്ക് പോകുന്നു വരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് സെറ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഗോളാണിത്. കാരണം ഇത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പോ എന്റെ എക്സ്പീരിയൻസ് ആണ്, നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാലോ, നേരത്തെ കിടക്കാലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയി മാറി. ഇത് ഞാൻ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഇന്ന് രാവിലെയും ഇന്ന് രാത്രിയും നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇന്നും 10 മണിക്ക് കിടക്കാം, രാവിലെ 5 മണിക്ക് എഴുന്നേക്കാം. ആ നേരത്തെ ഒരു സൈലൻസ്. പുറത്തോട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അധികം ആൾക്കാരുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പാലുകൊണ്ടുപോകുന്നവരും പേപ്പർ ഇടുന്നവരും അല്ലെങ്കിൽ ഓടാൻ നമ്മളെ പോലെ ഓടാൻ നടക്കാനൊക്കെ വരുന്നവരും ഡോഗ്സിനെ നടത്തുന്നവരൊക്കെ ആയിരിക്കും. സോ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്തവർക്ക് സിമ്പിളായിട്ട് സ്വയം എടുക്കാവുന്ന ഒരു ചലഞ്ച് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു ഗോളാണ് റണ്ണിങ് ഇൻ ദ മോർണിംഗ്. ഞാൻ 1-2 വർഷമായിട്ട് ഓൾമോസ്റ്റ് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ഈ മെഡിറ്റേഷൻ്റെ ഒരു ടൈം ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് ഇരിക്കാൻ പറ്റില്ല അധികം നേരം കണ്ണടച്ച് വെക്കെ അല്ലെ, അങ്ങനെ തോന്നുമായിരുന്നു. പക്ഷെ കുയിൽ ഓടി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം. ഇതും ഒരു മെഡിറ്റേഷൻ തന്നെയല്ലേ. ഇപ്പൊ ഒരു പസിലിന്റെ പീസസ് എല്ലാം എടുത്തിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി വന്ന് ഫിറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ സമയത്ത് സ്ഥിരം കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഓടുമ്പോൾ സംഭവിക്കുന്നത് മനസ്സിന്റെ അകത്ത്. സോ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷൻ മെത്തേഡ് ആയിരിക്കും റണ്ണിങ്. ഇത് ഞാൻ സയന്റിഫിക്കലി പറയുന്നതൊന്നുമല്ല, ബട്ട് ഇറ്റ് മേക്ക് സെൻസ്. അതുപോലെ ഡൈജഷന്റെയും സ്ലീപ്പ് ഉറക്കത്തിന്റെയും കാര്യം എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നതുകൊണ്ടല്ല, കാര്യങ്ങളൊക്കെ ടൈമിൽ നടക്കാൻ തുടങ്ങി. മനസ്സിലായി? അതായത് നമുക്ക് ഇതൊന്നും പോസ്റ്റ്പോൺ ചെയ്യണ്ട, ഡൈജഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അതിപ്പോ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയമാണെങ്കിലോ എന്താണെങ്കിലും അതെല്ലാം ഒരു ഓർഡറിലാവും. ഇത് എനിക്ക് ശരിക്കും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മനസ്സിലായ കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഡിസിപ്ലിൻ. രാവിലെ എഴുന്നേക്കണമെങ്കിൽ നേരത്തെ കിടക്കണം. അങ്ങനെ നമ്മൾ കിടക്കുന്ന സമയം ഒരേ സമയമാവുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ബോഡിയുടെ ഒരു ക്ലോക്ക് കറക്റ്റായിട്ട് സെറ്റ് ആവും. അതും കൂടി ആയിരിക്കാം ഈ ഡൈജഷനും ബെറ്റർ സ്ലീപ്പിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉള്ളവർ
ഇത് ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതോ നടക്കുന്നതായിരിക്കും, സോറി നല്ലതായിരിക്കും. എനിക്കൊന്നും ഓടേണ്ട ആവശ്യം തന്നെ ഇല്ല, നടന്നാൽ പോലും മതിയായിരിക്കും രാവിലെ. സോ റണ്ണിങ്ങിന് പോകണം എന്നൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നു ഒരാഴ്ച ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ പറയാം, വീട്ടിലെന്നല്ല ഞാൻ എവിടെയാണെങ്കിലും ഇനി ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത് ഈ പെർട്ടിക്കുലർ ടൈമിലായിരിക്കും. ഞാൻ ഓടാൻ പോവുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. പ്ലീസ് ട്രൈ. അതിൻ്റെ ഒപ്പം ഞാൻ എവിടെയോ വായിച്ചൊരു കാര്യമാണ്, പക്ഷെ ഇപ്പം നല്ല അതിന് സെൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഡോണ്ട് റൺ അവേ ഫ്രം ലൈഫ്, റൺ വിത്ത് ഇറ്റ്.